നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിച്ച് അവസരം മുതലെടുക്കാനിറങ്ങിയ ഇസ്രായേലിന് വരുന്നത് പണികളുടെ ഘോഷയാത്രയാണ്. എളുപ്പത്തിലങ്ങ് സിറിയ പിടിച്ചെടുത്ത് തങ്ങളുടെ ഭൂവിസ്തൃതി കൂട്ടാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് തടയിടുകയാണ് ഇപ്പോൾ ഇറാൻ. തങ്ങളെ അധികാരത്തിൽ കയറ്റുക എന്നതിനപ്പുറം മഹത്തായ പാരമ്പര്യമുള്ള സിറിയയെ പല കഷണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്ന അജണ്ട ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു എന്നത് വളരെ വൈകിയാണ് വിമതസേന വരെ തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിവാണ് റഷ്യൻ സൈന്യത്തെ ആശ്രയിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രായേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണകൂടം പിടിക്കുമെന്ന ഭീതിയും അവർക്കുണ്ടായിരുന്നു. ഇതിനു മുന്നോടിയായാണ് ഇസ്രായേൽ സിറിയൻ മണ്ണിൽ ആക്രമണ പരമ്പര നടത്തുന്നതെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഇവിടെ വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ റഷ്യൻ സൈന്യം സിറിയൻ മണ്ണിൽ നിന്ന് വിട്ടുപോകാനിടയായ സാഹചര്യമുണ്ടായാൽ ഉടൻ തന്നെ സിറിയയിലേക്ക് ഇരച്ചു കയറി ഇസ്രായേലിനെ തുരത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. സിറിയയിൽ നിന്നും ഇസ്രായേലിനെ ആട്ടിപ്പായിക്കാനുള്ള വലിയ പദ്ധതിയുമായാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ സിറിയയിലുള്ള ഇറാൻ സൈനികർക്ക് പുറമെ വൻ സൈനിക സന്നാഹം സിറിയയിൽ വിന്യസിക്കാനാണ് ഇറാൻ ഒരുങ്ങുകയാണെന്നാണ് പുതിയ വാർത്തകൾ. റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രായേൽ പിടിക്കുമെന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിമതസേന റഷ്യൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും റഷ്യൻ സൈനിക താവളത്തിന് സമീപം പോകാൻ പോലും ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. ഇക്കാര്യത്തിൽ കർക്കശ നിർദ്ദേശം വിമതസേന തലപ്പത്തു നിന്ന് തന്നെ അണികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും കാരണവശാൽ റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ പകരം സിറിയയ്ക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ഇതിനായി വൻ ആയുധ സന്നാഹം തന്നെ ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞെന്നാണ് സൂചന. ഡിസംബർ 14-നും 15-നും ആക്രമണം തുടർന്ന ഇസ്രായേൽ സിറിയയിലെ പർവ്വതത്തിന് അടിയിലായുള്ള റോക്കറ്റ് സംരക്ഷണ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയുടെ ആയുധശേഷിയുടെ 90% തകർത്തതായാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് ഏതു നിമിഷവും ഇസ്രായേൽ സൈന്യം നീങ്ങുമെന്ന അവസ്ഥയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിൽ സിറിയൻ ഭരണകൂടവും തയ്യാറായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സിറിയൻ ഭരണകൂടം ഇറാനോട് ശക്തമായ പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങൾ എല്ലാവിധ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണെന്നാണ് ഇറാൻ പറയുന്നത്. ആക്രമണം ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും സിറിയൻ പരമാധികാരത്തെ മാനിക്കണമെന്നും ജുലാനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര പരിഹാരങ്ങളാണ് വേണ്ടതും. സിറിയൻ മണ്ണിലേക്കുള്ള ഇസ്രായേൽ സൈനിക അധിനിവേശം അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറയുകയുണ്ടായി. ഇസ്രായേലുമായുള്ള ദീർഘകാല സംഘർഷം രാജ്യത്തെ വീർപ്പുമുട്ടിച്ചിരിക്കെ പുതിയ ഏറ്റുമുട്ടലിന് താൽപ്പര്യമില്ലെന്നാണ് HDS തലവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ആക്രമണത്തിൽ സിറിയയിലെ വിമതസേനയും പകച്ചു നിൽക്കുകയാണെന്നാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇറാന്റെ നിലപാട്. കാരണം സിറിയ കൂടി പിടിച്ചെടുത്ത് ഇസ്രായേൽ മുന്നേറിയാൽ അത് ഇറാന് നേർക്ക് അടുത്തെത്തുന്ന പുതിയ യുദ്ധതന്ത്രമാകാം എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അസദ് സർക്കാരിനെ വീഴ്ത്താൻ സിറിയൻ വിമതരെ സഹായിച്ച ഇസ്രായേൽ യഥാർത്ഥത്തിൽ അവരെ പറ്റിക്കുകയാണ് എന്നാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളും ഇപ്പോൾ പറയുന്നത്. സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യം ഉറപ്പിക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണെന്നാണ് സൗദി അറേബ്യ, ജോർദാൻ, ലെബനാൻ, ഇറാഖ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും പറയുന്നത്.